സ്വരാജ് വ്ലോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് പറയാൻ പോകുന്നത് നമ്മുടെ പണക്കാരൊക്കെ ആവാനായിട്ട് അല്ലെങ്കിൽ നമ്മുടെ സാമ്പത്തിക പ്രതിസന്ധിയൊക്കെ കിട്ടാനൊക്കെ പോകുമ്പോൾ നമുക്ക് കാണിച്ചു തരുന്ന ദേവതകളൊക്കെ നമുക്ക് കാണിച്ചു തരുന്ന 10 ലക്ഷങ്ങളെ കുറിച്ച് 10 അതിൽ കൂടുതൽ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ പുറത്ത് പറയുകയും മറ്റുള്ള കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുക. അപ്പോൾ എല്ലാ ദിവസം പറയുന്ന പോലെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യും, കമൻറ്റ് ചെയ്യുക ചെയ്യുക. അതുപോലെ തന്നെ വടക്കും ഭാഗത്ത് കരുനീലി മഠത്തിൽ അമ്മയ്ക്ക് സ്ഥലം മേടിക്കാനായിട്ട് നമ്മൾ പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങളാൽ കഴിയുന്ന സാമ്പത്തിക സഹായം ചെയ്ത് സഹകരിക്കാം. അപ്പോൾ നിങ്ങൾക്ക് വീട് വെക്കാനായിട്ട് സാധിക്കുന്നില്ല, നിങ്ങൾ വാടകകളിലാണ് കിടക്കുന്നത്, അല്ലെങ്കിൽ ശത്രുദോഷങ്ങളാണ്, ഉള്ളവർ ദേവിക്ക് വേണ്ടിയിട്ടുള്ള ഭദ്രകാളി അമ്മയ്ക്ക് വേണ്ടിയിട്ട് സ്ഥലം മേടിക്കുന്നതിലേക്ക് വേണ്ടിയിട്ട് സഹകരിക്കുക. അപ്പോൾ നിങ്ങൾ എല്ലാ ദോഷങ്ങളൊക്കെ മാറി കിട്ടുന്നതാണ്. അപ്പോൾ ഗൂഗിൾ പേ നമ്പറൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്, അത് തന്നെയാണ് വാട്സാപ്പ് നമ്പറും. അതിൻ്റെ പേര് നൽകട്ടെ കഴിഞ്ഞാൽ അർച്ചനകൾ നടത്തുകയാണ്. അപ്പം നമ്മൾ പറയാൻ പോകുന്ന 10 ലക്ഷങ്ങളെ കുറിച്ചിട്ടാണ് പറയാം. നമ്മുടെ വീടുകളിൽ സാമ്പത്തികമായിട്ടുള്ള ഉയർച്ചകളൊക്കെ ഉണ്ടാകുമ്പോൾ ഇത് പറഞ്ഞിട്ട് നമ്മൾ പൊതുവായിട്ട് എല്ലാവർക്കും അല്ല, ചിലവർക്ക് മാത്രം ജാതകവശാലും നല്ല രീതിയിലുള്ളവർക്കൊക്കെ ഗുണമായിട്ടുള്ള ഒരു കാര്യമാണ് പറയുന്നത്. എല്ലാവർക്കും തന്നെ ഉണ്ടാവണമെന്നില്ല. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ ഉള്ള ഇഷ്ടം പോലെ ഉണ്ടാകുന്നിട്ട് ഞങ്ങൾക്ക് സാമ്പത്തിക ഉയർച്ചയില്ല എന്ന് പറയുന്നവർ കുറേ പേരുണ്ട്. അപ്പോൾ നിങ്ങളുടെ ജാതകവശാലും നിങ്ങളുടെ സമയമൊക്കെ നോക്കുക, അപ്പോൾ അത് ശരിയായിട്ടിരിക്കും. അപ്പോൾ ഒരു പ്രശ്നമില്ലാത്തിരിക്കുന്നവർക്കൊരു കാര്യമാണ് പറയുന്നത്. നിങ്ങളുടെ ജാതകവശാലും സമയം മോശമാണെങ്കിൽ ഇതൊന്നും നമ്മളോട് ഉണ്ടായതുകൊണ്ടും വലിയ കാര്യമൊന്നുമില്ല, അത് മനസ്സിലാക്കുക. അപ്പോൾ ചിലവർക്ക് നമ്മുടെ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ജാതകത്തിലുള്ളവർക്കൊക്കെ ആണെങ്കിലാണ് ഈ ഗുണങ്ങളൊക്കെ ഏൽക്കുള്ളൂ. അപ്പോൾ അത് ശ്രദ്ധിക്കാം. അപ്പോൾ ഒന്നാമതായിട്ട് പറയാം, നമ്മുടെ വേട്ടാളൻ കൂട് കൂട്ടുന്നതൊക്കെ ശരിക്കും പറഞ്ഞ വാസ്തുതി പ്രകാരം അതൊക്കെ വന്ന് വീടുകളിൽ കൂട് കൂട്ടുന്നത്, അതായത് വേട്ടാളൻ മണ്ണ് കൊണ്ട് കൂട് കൂട്ടുന്നതൊക്കെ ഏറ്റവും നല്ലതാണെന്ന് പറയാം. അപ്പോൾ അത് വന്നു കഴിഞ്ഞാൽ സർവ്വത്തിൽ ഐശ്വര്യം ലക്ഷ്മി ദേവിയുടെ കടാക്ഷമൊക്കെ ഉണ്ടാവുമെന്ന് പറയാം. അതുപോലെ രണ്ടാമതായിട്ട് പറയാം, നമുക്ക് റോട്ടിലേക്ക് കിടന്ന് നാണയമൊക്കെ കിടന്ന് കിട്ടുന്നതൊക്കെ അതൊക്കെ കിട്ടുന്നത് നല്ലതാണ്. പക്ഷേ നമ്മളത് ഉപയോഗിക്കാതെ ഇരിക്കുക. അതുകൊണ്ടൊന്ന് വീട്ടിൽ നമ്മൾ വൃത്തിയുള്ള സ്ഥലത്ത് സൂക്ഷിക്കുക, അല്ലെങ്കിൽ പട്ടിൽ പൊതിഞ്ഞൊക്കെ സൂക്ഷിച്ച് വെക്കുന്നത് ഏറ്റവും ഉത്തമമായിട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെ നമ്മളെന്തെങ്കിലും പുറത്തുനിന്ന് എടുക്കുമ്പോൾ നമ്മുടെ പേഴ്സിൽ നിന്ന് അല്ലെങ്കിൽ എന്തൊക്കെ എടുക്കുമ്പോൾ പൈസ എടുക്കുമ്പോൾ നമ്മുടെ പൈസ താഴെ വീഴുന്നതൊക്കെ ഏറ്റവും ഉത്തമമായിട്ടുള്ള കാര്യമാണ്. ലക്ഷ്മി ദേവിയുടെ കടാക്ഷം ഉള്ളതുകൊണ്ടാണ് അങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. എല്ലാവർക്കും അല്ല, പലർക്കും പല ഇതായിരിക്കാം, പല രീതിയിലായിരിക്കാം. അതുപോലെ തന്നെ നമ്മുടെ ആണുങ്ങൾക്ക് വലത്തെ കൈ കടിക്കുന്നതും, അതുപോലെ തന്നെ പെണ്ണുങ്ങൾക്ക് ഇടത്തെ കൈ ചൊറിയുന്നതൊക്കെ സാമ്പത്തിക വരവിനെ കുറിച്ചാണ് പറയുക. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം വലത്തെ കൈ കടിക്കാൻ നേരത്ത് എനിക്ക് സാമ്പത്തികതും, ഇടത്തെ കൈ കടിക്കാൻ നേരത്ത് സാമ്പത്തികം പോകുന്നതായിട്ട് എനിക്ക് അതിൻ്റെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വെളിച്ചത്തിലാണ് ഞാനിത് പറയാം. ഈ മൂന്നാമത്തെ ഇത് പറയുന്നത്, നമുക്ക് ശംഖുനാദങ്ങളൊക്കെ ശംഖ് വിളിക്കുന്ന നാദങ്ങളൊക്കെ കേൾക്കുന്നത് ഏറ്റവും ഉത്തമമായിട്ടുള്ള, അതുപോലെ ചെണ്ടമേളം കേൾക്കുന്നത് ഈ രാവിലെ തന്നെ കേൾക്കുന്നതൊക്കെ എവിടെ നിന്നറിയില്ല, എന്നാലും അത് കേൾക്കുന്നതൊക്കെ ഏറ്റവും നല്ലതാണ്. പിന്നെ അതുപോലെ തന്നെ കാലത്ത് തന്നെ നമ്മുടെ സൂക്തങ്ങൾ സഹസ്രനാമങ്ങളൊക്കെ കേൾക്കുന്നതൊക്കെ ഏറ്റവും നല്ലതാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഗായത്രി മന്ത്രമൊക്കെ ജപിക്കുന്നതൊക്കെ കേൾക്കുന്നത് ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു ധനവരവിനൊക്കെ ഏറ്റവും ഉത്തമമായിട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെ നമ്മൾ തുളസിച്ചെടി വീട്ടിൽ കാട് പിടിച്ച പോലെ ഉണ്ടാകുന്നത് ഏറ്റവും ഉത്തമമായിട്ടുള്ളതാണ്. അതും കന്നിമൂലയ്ക്ക് വരാതിരിക്കണമായിരിക്കും ഏറ്റവും ഉത്തമം. കന്നിമൂലയ്ക്ക് ഉണ്ടെങ്കിൽ അതൊക്കെ പറിച്ചു കളയുന്നതാണ് ഏറ്റവും നല്ലത്. അത് ദോഷത്തെ വരം ചെയ്യും. നമ്മുടെ വീടിൻ്റെ മുമ്പസ്ഥൊക്കെ ആണെങ്കിൽ നല്ലതായിട്ട് വരും. പിന്നെ അതുപോലെ തന്നെ എന്നും അടിച്ചു വാരിയിടുന്ന വീട്ടിൽ ലക്ഷ്മി ദേവിയുടെ ഇതുണ്ടാവും എന്ന് പറയാം. പിന്നെ അതുപോലെ എന്നും അടിച്ചു വാരുന്നതിൻ്റെ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ജന്തുക്കളുടെയൊക്കെ ഒരു ഫിറമോണുകളുടെ ഒരു ഇതിലാണ് സഞ്ചാരത്തിലാണ് ഉറുമ്പ് മറ്റുള്ള ജീവിതങ്ങളൊക്കെ വന്നത്. അപ്പോൾ അതിനൊക്കെ കളയുക. അതിനുവേണ്ടി നമ്മൾ ആദ്യ കാലങ്ങളിലൊക്കെ ചാണകവെള്ളം അടിച്ചു മുറ്റം തെളിച്ച് ചാണകവെള്ളം തെളിക്കുകയില്ല. അതെ പറഞ്ഞാൽ നമുക്കതിന് വേറെ ഇതൊന്നുമില്ല. അപ്പോൾ ഈ ചാണകം എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല അണുനാശിനിയാണ്. ചിലർ മഞ്ഞപ്പൊടി ഇട്ട് തിളച്ചിക്കണ കാണാം, മഞ്ഞപ്പൊടി ഇട്ട് വെള്ളം തളിക്കണ കാണാം. പിന്നെ അതുപോലെ തന്നെ ആര്യവേപ്പ് കുതിച്ചരച്ച് തളിക്കണ കാണാം. ചിലർ സാധാ വെള്ളം തളിക്കണ കാണാം. അപ്പോൾ അതൊക്കെ ചെയ്യുന്നത് ഏറ്റവും ഉത്തമമായിട്ടുള്ളത്. ലക്ഷ്മി ദേവി വരുന്നതന്നെയല്ല, നമുക്ക് ഈ മറ്റുള്ള പാമ്പുകൾ അല്ലെങ്കിൽ ഉറുമ്പുകളൊക്കെ വരുന്നതൊക്കെ ഒരു പരിധിവരെ തടയാനായിട്ട് സാധിക്കുന്നതാണ്. പിന്നെ ജേഡ് പ്ലാന്റ് എന്ന് പറയുന്ന ഒരു ചെടിയുണ്ട്. അത് നമ്മുടെ വീട്ടിൽ വളരുന്നതനുസരിച്ച് നമുക്ക് സർവ്വത്തിലുള്ള ഐശ്വര്യങ്ങൾ അഭിവൃദ്ധിയൊക്കെ ഉണ്ടാകുമെന്ന് പറയാം. പിന്നെ പൂച്ച വരുന്നതും പൂച്ച പ്രസവിക്കുന്നതൊക്കെ ഏറ്റവും ഉത്തമമായിട്ടുള്ള കാര്യം. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ പൂത്താങ്കിരി കിളി അതൊക്കെ വരുന്നത് ഏറ്റവും ഉത്തമമായിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് പൂത്താങ്കിരി വരുന്ന ദിവസങ്ങളെക്കുറിച്ച് നമുക്ക് കിട്ടുന്ന ഗുണങ്ങളെക്കുറിച്ചിട്ടുള്ള വീഡിയോ ചെയ്തിട്ട്, അപ്പോൾ അത് കാണാത്തവർ അത് കാണുക. പിന്നെ പല്ലികൾ 3 ഒരുമിച്ചിരിക്കുന്നതൊക്കെ ലക്ഷ്മി ദേവിയുടെ ഇതായിട്ട് പറയാം. ലക്ഷ്മി ദേവിയുടെ 3 അവതാരങ്ങളായിട്ടൊക്കെ പറയാം. ഒരുമിച്ചിരിക്കുന്നത് ഏറ്റവും ഉത്തമമായിട്ടാണ്. അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലെ കന്നിമൂലയ്ക്ക് പാല, നമ്മുടെ സർപ്പമൊക്കെ ഇരിക്കുന്ന പാല മുളച്ച് വരുന്ന ഏറ്റവും ഉത്തമമായിട്ടുള്ള സാമ്പത്തിക സ്രോതസ്സൊക്കെ വർദ്ധിക്കുന്നതായിട്ട് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. നമ്മൾക്ക് അനുഭവമില്ല, പലരും പറഞ്ഞിട്ട് അത് പാല അവിടെ വന്ന് മുളച്ച് വലുതാവുന്നതനുസരിച്ച് ഞങ്ങളുടെ ധനാഭിവൃദ്ധിയൊക്കെ ഉണ്ടാവുന്നതായിട്ട് കണ്ടിട്ടുണ്ട്, തിരുമേനി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അത് 1 ലക്ഷമായിട്ട് പിന്നെ പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ
വീടിൻ്റെ കന്നിമൂലയ്ക്ക് കറ്റാർവാഴ വെക്കുന്നത് ഏറ്റവും ഉത്തമമായിട്ടുള്ള കാര്യമാണ്. ആ സർവ്വത്തിലുള്ള ഐശ്വര്യങ്ങൾക്ക് അഭിവൃദ്ധിയൊക്കെ ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ പുറത്ത് പറയാതിരിക്കുക, നമ്മുടെ വീട്ടിൽ തന്നെ ഒതുങ്ങി പോവുക. എല്ലാ ദിവസവും വീട് അടിച്ച് വൃത്തിയാക്കി ഇടുക. അപ്പം എല്ലാ ദിവസവും പറയുന്ന പോലെ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും, തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ അമർത്തിയും ലൈക്ക് ചെയ്യും ഷെയറൊക്കെ ചെയ്യുക. അതുപോലെ വടക്കുംഭാഗത്ത് കരുനീലി മഠത്തിൽ ഭദ്രകാളി അമ്മയ്ക്ക് നമ്മൾ കോവിൽ കെട്ടുന്നതിന് സ്ഥലം മേടിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പം നിങ്ങളുടെ ശത്രു ദോഷങ്ങൾ, രോഗങ്ങൾ, അപകടങ്ങൾ, ദുരിതങ്ങളൊക്കെ മാറുന്നതിന്, അല്ലെങ്കിൽ നിങ്ങൾ വാടക കിടന്നിട്ട് നിങ്ങൾ ജനിച്ച കാലം മുതൽ വാടകയ്ക്കാണ് നമുക്കൊരു വീട് വെക്കാൻ സ്ഥലം മേടിക്കാനായിട്ട് സാധിക്കുന്നില്ല, അങ്ങനെയുള്ളവർക്കൊക്കെ നിങ്ങൾക്ക് ഈ സ്ഥലം ഭഗവതിയുടെ സ്ഥലം മേടിക്കുന്നതിന് സമർപ്പിക്കാൻ നിങ്ങൾക്ക് ഇതിനൊക്കെ ഒരു മാർഗ്ഗം തെളിഞ്ഞു കിട്ടുന്നതാണെന്ന് ഭഗവതിനാമത്തിൽ അറിയിച്ചു. അപ്പോൾ നിങ്ങൾ അതുപോലെ നിങ്ങൾക്ക് സാധിക്കുന്ന അത്രയും തുക നമ്മുടെ ഈ ഗൂഗിൾ പേ നമ്പറിലേക്ക് അയച്ചു തരികയും ഭഗവതിയുടെ അനുഗ്രഹത്തിന് വേണ്ടി നിങ്ങളുടെ പേരും നാളും അതേ നമ്പറിൽ തന്നെ വാട്സാപ്പ് ചെയ്യുകയൊക്കെ ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് സർവ്വത്തിലുള്ള ഐശ്വര്യങ്ങൾ അഭ്യർത്ഥന ഉണ്ടാവട്ടെ എന്ന് ഭഗവതിനാമത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നിർത്തുന്നു. നന്ദി, നമസ്തേ.